സ്നേഹമുള്ള എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഗ്രീൻ ഹൗസിലേക്ക് സ്വാഗതം. ഞാൻ ഈ പ്രാവശ്യം സിറ്റ് ഔട്ട് ഓണക്കാലത്ത് എങ്ങനെ മനോഹരമാക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 അരേക്കപ്പം ഉണ്ടായിരുന്നു. ഞാൻ 2 പോട്ടിനകത്താക്കി. അലുവേര ഉണ്ട്, അതിനെ ഞാൻ അറേഞ്ച് ചെയ്തൊരു പോട്ടിലാക്കി. പിന്നെ ലക്കി ബാമ്പു, അതിനുശേഷം സിസി പ്ലാന്റ്. ഇത് പോസിറ്റീവ് എനർജി കിട്ടുന്ന എല്ലാ ചെടികളും ഞാൻ ഒരേ ലെവലിൽ അങ്ങാക്കി. അതിനുശേഷം ലക്കി ബാമ്പിൻ്റെ വേറൊരു വെറൈറ്റി കളറുണ്ട്. അതിൻ്റെ ശേഷം എൻജോയ് പോത്തൂസ്, അത് ഞാൻ വെർട്ടിക്കൽ ഗാർഡനായിട്ട് സെറ്റ് ചെയ്തതാണ്. സ്റ്റാൻഡിങ് ആയിട്ട് നിങ്ങൾക്ക് വേറൊരു ദിവസം വീഡിയോ ചെയ്ത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ എല്ലാത്തിനും ഒരേ കളർ പോട്ട് വാങ്ങി. അപ്പോൾ ആ പോട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ ഇന്നർ വെച്ചു. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ട് വൃത്തികേടാകത്തില്ല. സ്റ്റാൻഡൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് അഗ്ലോണിമാസിൻ്റെ സൂപ്പർ വെറൈറ്റിയായ റൂബി റെഡോ അതുപോലെ തന്നെ കിങ് റെഡ് എന്ന് പറയുന്ന സാധനം, അതെനിക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു. 2 പോട്ടിലാക്കി. അതിനുശേഷം റെഡ് പീക്കോക്ക് നല്ലോണം നിറഞ്ഞ് കിളിച്ചിരുന്ന ഒരു 6-7 തൈകളുമായിട്ട് അതിനെ ഞാൻ സെപ്പറേറ്റ് റെഡിയാക്കി വെച്ച് അതിന് ചേർന്ന് യോജിച്ച വൈറ്റ് പോട്ട് അതിന് കരുതി ഇന്നറുമൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചു. അതിനുശേഷം അത് ഡിഫറെൻറ്റ് കളറായിട്ടുള്ള വേറൊരു വെറൈറ്റി ആയിട്ടുള്ള അഗ്ലോണിമാസ്, ഞാൻ അതിൻ്റെ പേര് റെഡ് കത്രീന എന്നാണ് പറയുന്നത്, അത് ഞാൻ അടുത്ത സെറ്റപ്പ് ചെയ്തു. അതിനുശേഷം സിറ്റൗട്ടിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് അരേക്കപ്പം, അതായത് അരേക്കപ്പം അല്ല ലേഡി പാം അപ്പുറവും ഇപ്പുറവും വെച്ച് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ പച്ച പോട്ടിനകത്ത് റെക്സ് ബിഗോണിയ, അതും എനിക്ക് ഒരു പോട്ടിനകത്ത് നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ വല്ലതും കയറി കിടന്ന പാമ്പോ വല്ലതും കയറി കിടന്ന അറിയത്തില്ലെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ അതിനെ കൊച്ചു തൈകളാക്കി ഒരു 6-7 പോട്ടിനകത്താക്കി റെക്സ് ബിഗോണിയ അതിൻ്റെ സെറ്റപ്പിലങ്ങ് അറേഞ്ച് ചെയ്തു. പിന്നെ സ്പേസ് അവിടെ കുറവായതുകൊണ്ട് കുറച്ച് സ്റ്റാർ പ്ലാന്റ് കൂടെ അങ്ങോട്ട് നട്ടു. പിന്നെ നേരത്തെ സിറ്റൗട്ടിൽ ഹാങ് ചെയ്തിരുന്ന പോത്തൂസ്, അതുപോലെ തന്നെ പീഷ്യ ടൈപ്പുകൾ, കുറച്ച് പിന്നെ ടർട്ടിൽ വൈൻ പോലുള്ള സാധനങ്ങളൊക്കെ നേരത്തെ സിറ്റൗട്ടിൽ ഹാങ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അത് ഈ സെറ്റപ്പ് ചെയ്ത് ഇങ്ങനെ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പം ദൂരെ നിന്ന് കാണുമ്പോൾ സിറ്റൗട്ട് കാണാൻ നല്ല മനോഹരമാണ്. അത് ഞാൻ പറയേണ്ട, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാമല്ലോ, എൻ്റെ വ്യൂ ആയിരിക്കത്തില്ല ചിലവർക്ക്, പക്ഷേ പൊതുവേ ഒരു ആനച്ചന്തം. പിന്നെ തൊട്ട് താഴെയായിട്ട് ഞാൻ കുറച്ച് ബോൾസും ഒക്കെ കളിക്കുന്ന ചൈന ബോൾസും കളിക്കുന്ന കുറച്ച് ചെടി വെച്ചിട്ടുണ്ട്. കാരണം ഓണക്കാലം ആകുമ്പോഴത്തേക്കിനും അതെല്ലാം പൂക്കും. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് സ്റ്റാർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഇതെല്ലാം വെച്ചിരിക്കുന്നതാണ് ഫൈക്കസാണ്. ഫൈക്കസ് നല്ല ചൂടാവുമ്പോൾ വെയിലൊക്കെ കഴിയുമ്പോൾ നല്ല ചുവന്ന കളറായിട്ട് വരും. ഫൈക്കസിനിടയ്ക്ക് വിശേഷിച്ച് മരുന്നിൻ്റെ പ്ലാന്റ് ചുമന്ന റെഡുള്ള പ്ലാന്റാണ് വെച്ചേക്കുന്നത്. പിന്നെ തൊട്ട് താഴെ സ്റ്റാർ പ്ലാന്റ് ഇങ്ങനെ നമുക്ക് നക്ഷത്ര പ്ലാന്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല സ്റ്റൈലാണ് കാണാൻ. അതിന് ഫൈക്കസിൻ്റെ തൊട്ട് താഴെയുള്ള ചട്ടിയിൽ ഞാൻ ഇങ്ങനെയുള്ള വെരിഗേറ്റഡ് ടർട്ടിൽ വൈൻ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അത് നല്ല ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കും ആ മെഡിസിൻ പ്ലാന്റും ആ റെഡ് പ്ലാന്റും. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ആനച്ചന്തമാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ വെച്ചേക്കുന്ന പോലെ ലേഡി പാമ്പും അതുപോലെ തന്നെ അലുവേരയും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. എല്ലാം സെയിം ആയിട്ട് ഒരു ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള അഗ്ലോണിമാസ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഭംഗിയുള്ളത് മാത്രം സിറ്റൗട്ടിൽ വെച്ചു. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നും. എല്ലാം പോസിറ്റീവ് എനർജിയുള്ള പ്ലാന്റ്സാണ്, പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സാണ്. അതുപോലെ തന്നെ തൊട്ട സൈഡിൽ വടക്ക് ഭാഗത്തോട്ടായിട്ട് വരുമ്പോഴത്തേക്കിന് എല്ലാം ബിഗോണിയ കളക്ഷനാണ്. ബിഗോണിയ ഒരു പ്ലാന്റ് തന്നെ എല്ലാം ഒരേ ലെവലിൽ വെക്കുമ്പോഴാണ് എൻ്റെ ഭംഗി എന്നുള്ള കാര്യം എനിക്ക് പിന്നീട് മനസ്സിലായി. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് ഇത് അറേഞ്ച് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇതൊരുപാട് ഇഷ്ടപ്പെട്ടു. 2 ദിവസത്തെ അവധി എടുത്താണ്, ശനി ഞായർ നോക്കിയാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഓണക്കാലത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരു അത്തപ്പൂവിൻ്റെ ഒരു കുറവുകൂടെ ഉള്ളൂ ഇനി. ദൂരെ നിന്ന് വരുമ്പം തന്നെ നമ്മുടെ സിറ്റൗട്ട് കാണുമ്പം തന്നെ നമ്മുടെ മനസ്സൊന്ന് കുളിർക്കും. ചെറുത് ചെയ്താൽ മതി, ഒറ്റയടിക്ക് വേണ്ട. ഞാൻ മാസത്തിലൊക്കെ 2 പോട്ട് വെച്ച് വാങ്ങിച്ചാണ് ഇത്രയൊക്കെ ആക്കിയത്. ഒറ്റയടിക്കൊന്നും ഇത്രയൊന്നും പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്രാജ്വലി നമുക്ക് അത് മെൻഷൻ ചെയ്ത് കൊണ്ടുവരിക. പോട്ട് വാങ്ങിക്കുക, പ്ലാന്റ്സ് വളരുന്നതോടൊപ്പം തന്നെ പോട്ടും വാങ്ങിച്ച് ശേഖരിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഇന്നറിൽ ഇങ്ങനെ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്കും അതുപോലെ സാധിക്കണം. കുറച്ച് നാൾ, ഒരു മാക്സിമം നിങ്ങളൊരു 6-7 മാസം ഒന്ന് ട്രൈ ചെയ്താൽ സിറ്റൗട്ട് ഇങ്ങനെ മനോഹരമാക്കാവുന്നേ ഉള്ളൂ. ഇതിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം ഒന്ന് സെറ്റപ്പായിട്ട് ബുഷായിട്ട് വരുമ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് പറയണം. നിങ്ങളും ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കൊണ്ടുവന്ന് വീടിൻ്റെ സിറ്റൗട്ട് നല്ല മനോഹരമാക്കാനായിട്ട് ശ്രമിക്കുക. ദൈവം അതിന് നിങ്ങൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ.